ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻസിയേഷൻ മൊഡ്യൂൾ 4 സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് നമ്മൾ ഇതിൻ്റെ ബാക്കി പാർട്ട് 2 ആണ്. ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻസിയേഷൻ്റെ പാർട്ട് 2 ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിഫറൻസിയേഷൻ യൂസ് ചെയ്തുകൊണ്ട് ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് കാണാനും നോർമലിൻ്റെ സ്ലോപ്പ് കാണാനും ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ കാണാനും. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡെറിവേറ്റീവ്സ് അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ യൂസ് ചെയ്തുകൊണ്ട് വെലോസിറ്റി കാണാനും ആക്സിലറേഷനും കാണാനും അതുപോലെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ ഫങ്ഷൻ ഇതൊക്കെ എങ്ങനെ കാണാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ അതിന് മുമ്പായിട്ട് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് സെക്കൻഡ് ഡെറിവേറ്റീവ്. സോ എന്താണ് സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് നോക്കാം. നമുക്കറിയാം, ഒരു ഫങ്ഷൻ y = f(x) തന്നിട്ടുണ്ടെങ്കിൽ dy/dx എന്തായിരുന്നു? f' ആയിരുന്നു. സോ നമുക്കൊരു y തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെറിവേറ്റീവ് കാണാൻ അറിയാം. അപ്പോൾ ഈ ഫസ്റ്റ് നമ്മൾ കാണുന്ന dy/dxനെ നമ്മൾ പറയുന്ന പേരാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഓക്കെ, ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് f(x) വിത്ത് റെസ്പെക്ട് ടു x. സോ dy/dx എന്താണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. സോ ഇങ്ങനെ dy/dxനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് കിട്ടുന്നതാണ് f" അഥവാ d/dx ഓഫ് dy/dx = f" ഓഫ് x വിച്ച് ഈസ് കോൾഡ് d²y/dx². d²y/dx² എന്നാണ് നമ്മൾ dx ഓഫ് dy/dxനെ ഡിനോട്ട് ചെയ്യുന്നത്. അതിനെ പറയുന്ന പേരാണ് സെക്കൻഡ് ഡെറിവേറ്റീവ്. ഓക്കെ, സോ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്താണ്? d/dx ഓഫ് dy/dx. നമുക്കൊരു ഫങ്ഷൻ തന്നിട്ട് നമ്മൾ അതിനെ ഡെറിവേറ്റീവ് കാണുന്നു. സോ അങ്ങനെ കിട്ടുന്ന ആൻസറിനെ നമ്മൾ എന്ത് പറയും? ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയും. ഈ ഫസ്റ്റ് ഡെറിവേറ്റീവ് വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസറിനെയാണ് നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓർ d²y/dx² എന്നോ f" എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഈ സെക്കൻഡ് ഡെറിവേറ്റീവ് യൂസ് ചെയ്യുന്ന പ്രോബ്ലംസ് നമ്മൾ ക്ലാസ്സിൽ ചെയ്യും, മൊഡ്യൂൾ 3 പാർട്ടായിട്ട് ചെയ്യും. സോ പക്ഷേ ഇത് ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു പ്രോബ്ലം നമുക്ക് എന്തുണ്ട്, ഈ ഒരു മൊഡ്യൂളിലുണ്ട്. അതുകൊണ്ടാണ് ജസ്റ്റ് ഇതൊന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വയ്ക്കുക, നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇത് ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു dy/dx എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലോപ്പ് ഓഫ് ദി ടാൻജൻ്റ് ആണ്. ഒരു കർവിൻ്റെ സ്ലോപ്പ് ഓഫ് ദി ടാൻജൻ്റ് ആണ് dy/dx എന്ന്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ y = f(x) എന്നുള്ളൊരു ഫങ്ഷൻ ഡെറിവേറ്റീവ് dy/dx ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് f(x) വിത്ത് റെസ്പെക്ട് ടു x ആണ്. സോ ഒരു ഫങ്ഷൻ y തന്നിട്ട് y = f(x) തന്നിട്ട് നിങ്ങളോട് ഫൈൻഡ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് f(x) വിത്ത് റെസ്പെക്ട് ടു x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് കണ്ടാൽ മതി? dy/dx. അപ്പോൾ ഡെറിവേറ്റീവിൻ്റെ മറ്റൊരു ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെറിവേറ്റീവ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദി ഫങ്ഷൻ. ഓക്കെ, ഫങ്ഷൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് dy/dx. ഇപ്പോൾ y = f(x) കാണുമ്പോൾ നമുക്ക് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഈസ് dy/dx ആണ്. ഇൻ കേസ് y = f(t) ആണെങ്കിൽ എന്തായിരിക്കും റേറ്റ് ഓഫ് ചേഞ്ച്? dy/dt. അപ്പോൾ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു t ആണ് ചെയ്യുക. വേരിയബിൾ മാറുന്നതിനനുസരിച്ച് എന്ത് മാറും? ഓപ്പറേറ്ററും മാറും. സോ dy/dxന് പകരം dy/dt ആയിരിക്കും. സോ നമുക്ക് ഇതുപയോഗിച്ചുള്ള പ്രോബ്ലംസ് നോക്കാം. ഫൈൻഡ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് എ സർക്കിൾ വിത്ത് റെസ്പെക്ട് ടു ദി റേഡിയസ്. സോ ക്വസ്റ്റ്യൻ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് കാണാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ. എന്തിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച്? ഏരിയ ഓഫ് ദി സർക്കിൾ വിത്ത് റെസ്പെക്ട് ടു എന്താണ്?
റേഡിയസിനെ നമ്മൾ ഏത് ലെറ്റർ ഉപയോഗിച്ചാൽ ഡിനോട്ട് ചെയ്യുക? ആർ. സോ നമുക്കറിയാം ഏരിയ ഓഫ് ദി സർക്കിൾ ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ എന്തായിരുന്നു? എ പൈ ആർ സ്ക്വയർ. സോ നമ്മുടെ ഫങ്ഷൻ ഇവിടെ ഏതാണ്? എ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ആണ്. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് എന്നാണ് ക്വസ്റ്റ്യനിലുള്ളത്. സോ റേഡിയസ് ഈസ് വിത്ത് റെസ്പെക്ട് ടു ആർ. സോ എന്തായിരിക്കും? ഡി എ ബൈ ഡി ആർ. ഓക്കെ, ഇവിടെ വേരിയബിൾ ആർ ആണ്. സോ ഡി എ ബൈ ഡി ആർ എന്താണ്? ഡി ബൈ ഡി ആർ ഓഫ് എ എന്താണ്? പൈ ആർ സ്ക്വയർ. ഡി ബൈ ഡി ആർ ഓഫ് പൈ ആർ സ്ക്വയർ. ഓക്കെ, സോ ഇതിനകത്ത് പൈ ഈസ് എ കോൺസ്റ്റൻറ്റ്. പൈ കോൺസ്റ്റൻ്റ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും? പൈ ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ നമ്മൾ പൈനെ പുറത്തെടുക്കും. സോ ബാക്കി എന്തൊക്കെ ഉണ്ടാവും? ഡി ബൈ ഡി ആർ ഓഫ് പൈ പോയാൽ ആർ സ്ക്വയർ. ആർ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 2r. സോ എന്തായിരിക്കും? പൈ ഇൻറ്റു 2r, ദാറ്റ് ഈസ് 2 പൈ ആർ. ഒന്നും കൂടി പറയുകയാണെങ്കിൽ ഇവിടെ നമ്മളോട് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് എ സർക്കിളാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഏരിയ ഓഫ് എ സർക്കിൾ ഈസ് എ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ആൻഡ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ആർ ഈസ് ഡി എ ബൈ ഡി ആർ. സോ എ എന്താണ്? പൈ ആർ സ്ക്വയർ. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡി ബൈ ഡി ആർ ഓഫ് പൈ ആർ സ്ക്വയർ വിത്ത്, അതിനകത്ത് പൈ ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ പൈനെ പുറത്തെടുക്കുന്നു. സോ ബാക്കി എന്തായിരിക്കും? ഡി ബൈ ഡി ആർ ഓഫ് ആർ സ്ക്വയർ. ആർ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ആണ് 2r. സോ പൈ ഇൻറ്റു 2r, ദാറ്റ് ഈസ് 2 പൈ ആർ. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഇനി നമുക്ക് എങ്ങനെയാണ് വെലോസിറ്റിയും ആക്സിലറേഷനൊക്കെ കാണാൻ നോക്കാം, ഡിഫറൻസിയേഷൻ യൂസ് ചെയ്തുകൊണ്ട്. സോ നമുക്കിന്ന് അതിനുള്ള ഫോർമുലാസാണ്. എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ പാർട്ടിക്കിൾ ആണെന്ന് വിചാരിക്കുക. സാധാരണഗതിയിൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് തരാം y ഈക്വൽ ടു എഫ് ഓഫ് ടി എന്നോ അല്ലെങ്കിൽ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ള രീതിയിൽ ഒരു ഫംഗ്ഷൻ്റെ ഫോമിലായിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ് തരിക. എന്നിട്ട് നമ്മളോട് വെലോസിറ്റി കാണാൻ പറയും. സോ വെലോസിറ്റി എന്തായിരിക്കും? ഡി എസ് ബൈ ഡി ടി ആയിരിക്കും. വെലോസിറ്റി ഈസ് ഡി എസ് ബൈ ഡി ടി ആൻഡ് ആക്സിലറേഷൻ ഈസ് ഡി വി ബൈ ഡി ടി. ഡി എസ് ബൈ ഡി ടി കണ്ടിട്ട് കിട്ടുന്നതിന് വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്താലാണ് ഡി വി ബൈ ഡി ടി. ഓക്കെ, അതായത് ഡി വി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് വി എന്താണ്? വി ഈസ് ഡി എസ് ബൈ ഡി ടി. സോ ഡി ബൈ ഡി ടി ഓഫ് ഡി എസ് ബൈ ഡി ടി വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. ഒരു ഫംഗ്ഷന് ഡെറിവേറ്റീവ് കണ്ടു, ആ ഡെറിവേറ്റീവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും? സെക്കൻഡ് ഡെറിവേറ്റീവ്. സെക്കൻഡ് ഡെറിവേറ്റീവിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ. ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ. സോ ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ. ഇങ്ങനെ സെക്കൻഡ് ഡെറിവേറ്റീവ് തന്നെ കാണണമെന്നൊന്നുമില്ല. വെലോസിറ്റി കാണും, അതിനുശേഷം വെലോസിറ്റീനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ എന്ത് കാണുക? ആക്സിലറേഷൻ കാണുക. സോ നമുക്ക് പ്രോബ്ലംസ് നോക്കാം. പ്രോബ്ലംസ് നോക്കുമ്പോൾ ഈ ഒരു കൺസെപ്റ്റ് കൂടുതൽ ക്ലിയർ ആവും. ഓക്കെ, ഫൈൻഡ് ഇഫ് എസ് ഈക്വൽ ടു ടി സ്ക്വയർ മൈനസ് 4t പ്ലസ് 3. ഫൈൻഡ് ദി വെലോസിറ്റി അറ്റ് ടി ഈക്വൽ ടു 4 സെക്കൻഡ്. സോ എസ് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, ഒരു ഫംഗ്ഷനാണ്. ദാറ്റ് ഈസ് എസ് ഈക്വൽ ടു ടി സ്ക്വയർ മൈനസ് 4t പ്ലസ് 3. എന്നിട്ട് നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ടി ഈക്വൽ ടു 4 സെക്കൻഡിൽ ടൈമാണ് തന്നിട്ടുള്ളത്. 4 സെക്കൻഡിൽ നമ്മുടെ എന്ത് കാണണം? വെലോസിറ്റി കാണണം. ഓക്കെ, വെലോസിറ്റി നമ്മൾ കാണണം. സോ നമുക്ക് തന്ന കാര്യം എന്താണ്? ഗിവൺ എസ് ഈക്വൽ ടു ടി സ്ക്വയർ മൈനസ് 4t പ്ലസ് 3. സോ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ ആയിരുന്നു വി ഈക്വൽ ടു ഡി എസ് ബൈ ഡി ടി.
that is d by dt of s is t square minus 4t plus 3. Clear അല്ലേ? So d by dt of t square minus 4t plus 3. t square derivative is t square derivative is 2t minus 4t derivative is minus 4 plus 3 derivative is 0. So v is equal to നമുക്ക് എന്ത് കിട്ടി? d by dt of t square minus 4t minus 3 which is equal to 2t minus 4. സോ നമുക്ക് വെലോസിറ്റി കിട്ടി 2t minus 4. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അറ്റ് t is equal to 4 സെക്കൻഡ്, t 4 സെക്കൻഡിൽ ടൈം 4 ആകുമ്പോൾ നമുക്ക് എന്ത് കാണണം? വെലോസിറ്റി കാണണം. സോ അറ്റ് t is equal to 4 സെക്കൻഡിൽ v എന്തായിട്ട് മാറും? 2t minus 4 ആണല്ലേ. അപ്പോൾ ടിയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കും? 4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ v is equal to 2 into 4 minus 4. That is 8 minus 4 is equal to 4 meter per second. സോ നമ്മളോട് വെലോസിറ്റി കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? നമുക്ക് എസ് തന്നിട്ടുണ്ടായിരിക്കും. എസ് മീൻസ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡെറിവേറ്റീവ് കാണും. അതാണ് നമ്മുടെ വെലോസിറ്റി. ഒരു പെർട്ടിക്കുലർ ടൈം ടി തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ടി കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോവാം. ഫൈൻഡ് ദി വെലോസിറ്റി ആൻഡ് acceleration of a particle at t is equal to 3 seconds whose displacement is given by s equal to 3t cube minus t square plus 9t plus 1. ഓക്കെ, നമുക്ക് എന്താ തന്നിട്ടുള്ളത്? വെലോസിറ്റി ആക്സിലറേഷനുമാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അറ്റ് t is equal to 3 seconds ആൻഡ് given s equal to 3t cube minus t square plus 9t plus 1. സോ എന്താണ് ഈ ക്വസ്റ്റ്യൻ? നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്. നമ്മളോട് എന്ത് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്? ആക്സിലറേഷനും വെലോസിറ്റിയും. സോ നമ്മൾ ആദ്യം എന്ത് കാണും? വെലോസിറ്റി കാണും. കാരണം വെലോസിറ്റി ഈസ് v is equal to ds by dt. Given s equal to 3t cube minus t square plus 9t plus 1. So v is equal to ds by dt നമ്മൾ s സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ d by dt of s is 3t cube minus t square plus 9t plus 1. സോ ഡെറിവേറ്റീവ് കാണാം. 3 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടി ക്യൂബ്. ഡെറിവേറ്റീവ് ഓഫ് ടി ക്യൂബ് എന്തായിരിക്കും? ടി ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3t സ്ക്വയർ. സോ 3t ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3 ഇൻറ്റു 3t സ്ക്വയർ, ദാറ്റ് ഈസ് 9t സ്ക്വയർ മൈനസ് ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്തായിട്ട് മാറും? 2t പ്ലസ് 9ൻ്റെ ഡെറിവേറ്റീവ് ഈസ് 9 പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് ഈസ് 0. ക്ലിയർ അല്ലേ? 3t ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 3 ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ 3 ഇൻറ്റു ടി ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് ഈസ് 3t സ്ക്വയർ, ദാറ്റ് ഈസ് 9t സ്ക്വയർ മൈനസ് 2t പ്ലസ് 9. ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഈസ് 2t പ്ലസ് 9ൻ്റെ ഡെറിവേറ്റീവ് ഈസ് 9, 1ൻ്റെ ഡെറിവേറ്റീവ് 0. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? അറ്റ് ടി ഈസ് ഈക്വൽ ടു 3 സെക്കൻഡ്. ടി ഈസ് ഈക്വൽ ടു 3 സെക്കൻഡ്. സമയം 3 സെക്കൻഡ് ആകുമ്പോൾ നമ്മൾ എന്ത് കാണണം? വെലോസിറ്റി കാണണം. സോ അറ്റ് ടി ഈസ് ഈക്വൽ ടു 3 സെക്കൻഡിൽ നമ്മൾ എന്ത് ചെയ്യും? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ടി നമ്മൾ 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ 9t സ്ക്വയർ മൈനസ് 2t പ്ലസ് 9 എന്തായിട്ട് മാറും? 9 ഇൻറ്റു ടി ഈസ് 3. So 3 square minus 2 into 3, that is t is 3 plus 9.
സോൾവ് ചെയ്യുമ്പോൾ 9 ഇൻറ്റു 9 3 സ്ക്വയർ ഈസ് 9 മൈനസ് 6 2 ഇൻറ്റു 3 ഈസ് 6 പ്ലസ് 9 വിച്ച് ഈസ് ഈക്വൽ ടു 84. ഓക്കെ, സോ നമുക്ക് വെലോസിറ്റി എന്ത് കിട്ടി? വെലോസിറ്റി ഈസ് 84 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് കാണണം? ആക്സലറേഷൻ കാണണം. സോ ആക്സലറേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ആക്സലറേഷൻ എ ഈക്വൽ ടു ഡി വി ബൈ ഡി ടി. നമ്മൾ എന്ത് കാണണം? വെലോസിറ്റീൻ്റെ ഡെറിവേറ്റീവ് കാണണം. സോ വെലോസിറ്റി ഇവിടെ എന്താണ് നമുക്ക് കിട്ടിയത്? 9t² മൈനസ് 2t പ്ലസ് 9. സോ നമ്മൾ ഡി വി ബൈ ഡി ടിയിൽ വിയുടെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? വിയുടെ വാല്യൂ ആയിട്ടുള്ള 9t² മൈനസ് 2t പ്ലസ് 9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ 9t² ഡെറിവേറ്റീവ് എന്തായിരിക്കും? 9t² ഡെറിവേറ്റീവ് 9 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് t². t² ഡെറിവേറ്റീവ് ഈസ് 2t. സോ 9 ഇൻറ്റു 2t ഈസ് 18t മൈനസ് 2tൻ്റെ ഡെറിവേറ്റീവ് ഈസ് 2 പ്ലസ് 9ൻ്റെ ഡെറിവേറ്റീവ് ഈസ് 0. സോ ആൻസർ ഈസ് 18t മൈനസ് 2. ഇനി നമുക്ക് t തന്നിട്ടുണ്ട് 3 സെക്കൻഡ്. t ഈക്വൽ ടു 3യിലാണ് നമ്മളോട് ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ t ഈക്വൽ ടു 3യിൽ ഡെറിവേറ്റീവ് എല്ലാം ആക്സിലറേഷൻ എന്തായിട്ട് മാറും? a ഈക്വൽ ടു 18 ഇൻറ്റു t ഈസ് 3. സോ 3 18 ഇൻറ്റു 3 മൈനസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു 52. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ആക്സിലറേഷൻ കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം വെലോസിറ്റി കാണണം. എന്നിട്ട് വെലോസിറ്റി ആയിട്ട് കിട്ടിയ എക്സ്പ്രഷന് വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അങ്ങനെ 2 തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്താലായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? ആക്സിലറേഷൻ കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. This denote the displacement of a particle at the time t second, and if s equal to t cube minus 6t² plus 8t minus 4. സോ ഇവിടെ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? എസ് ഈക്വൽ ടു ടി ക്യൂബ് മൈനസ് 6t² പ്ലസ് 8t മൈനസ് 4. എന്നിട്ട് നമ്മളിവിടെ എന്താണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്? ക്വസ്റ്റ്യൻ 1, ഫൈൻഡ് ദി ടൈം വെൻ എ ഈസ് 12 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതായത് എ എന്ന് മീൻസ് എന്താണ്? ആക്സിലറേഷൻ. ആക്സിലറേഷൻ 12 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആകുമ്പോൾ സമയം എന്തായിരിക്കുന്നു? ഏത് സമയത്താണ് ആക്സിലറേഷൻ 12 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആവുക എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി വെലോസിറ്റി അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി കാണാനാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? എസ് തന്നിട്ടുണ്ട്, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്. സോ എസ് ഈസ് ഈക്വൽ ടു ടി ക്യൂബ് മൈനസ് 6t² പ്ലസ് 8t മൈനസ് 4. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കാണാം? വെലോസിറ്റി കാണാം. സോ വെലോസിറ്റി കാണാനുള്ള എക്സ്പ്രഷൻ എന്തായിരിക്കും? വെലോസിറ്റി v ഈസ് ഈക്വൽ ടു ds ബൈ ഡി ടി വിച്ച് ഈസ് ഈക്വൽ ടു d ബൈ ഡി ടി ഓഫ് എസ് എന്നാണ് ടി ക്യൂബ് മൈനസ് 6t² പ്ലസ് 8t മൈനസ് 4. സോ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ടി ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് ഈസ് 3t² മൈനസ് 6t²ൻ്റെ ഡെറിവേറ്റീവ് ഈസ് 6 ഇൻറ്റു 2t, ദാറ്റ് ഈസ് 12t പ്ലസ് 8ൻ്റെ ഡെറിവേറ്റീവ് ഈസ് 8. 4ൻ്റെ ഡെറിവേറ്റീവ് 0 because 4 is a constant. അങ്ങനെ നമുക്ക് വെലോസിറ്റി കിട്ടി 3t² മൈനസ് 12t പ്ലസ്
8. സോ ഇനി നമുക്ക് എന്ത് കാണാം? ആക്സിലറേഷൻ കാണാം. ആക്സിലറേഷൻ ഈസ് dv/dt. That is d/dt of v. നമുക്ക് എന്ത് കിട്ടി? v is equal to 3t square minus 12t plus 8. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ആക്സിലറേഷൻ ഈസ് 12 cm/s² ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, a is 12 cm/s². That is acceleration is equal to 12 cm/s². സോ നമുക്ക് എന്ത് കൊടുക്കാം? ഈ ആക്സിലറേഷൻ is equal to dv/dt is equal to d/dt of 3t² minus 12t plus 8 which is equal to 12 എന്ന് കൊടുക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? കാരണം നമുക്ക് ആക്സിലറേഷൻ തന്നിട്ടുണ്ട് 12 cm/s² ആണെന്ന്. അതുകൊണ്ട് നമ്മളിവിടെ ഈ ഒരു എക്സ്പ്രഷൻ ഈക്വൽ ടു 12 എന്ന് കൊടുക്കുന്നു. സോ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 3t² ഡെറിവേറ്റീവ് ഈസ് 6t മൈനസ് 12tൻ്റെ ഡെറിവേറ്റീവ് ഈസ് 12 വിച്ച് ഈസ് ഈക്വൽ ടു 8ൻ്റെ ഡെറിവേറ്റീവ് ഈസ് 0 വിച്ച് ഈസ് ഈക്വൽ ടു 12. സോ 6t ഈസ് ഈക്വൽ ടു മൈനസ് 12 RHSലോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? +12 ആയിട്ട് മാറും. സോ ആൻസർ എന്താണ്? 6t ഈസ് ഈക്വൽ ടു 12 + 12 വിച്ച് ഈസ് ഈക്വൽ ടു 24. സോ t ഈസ് ഈക്വൽ ടു മൾട്ടിപ്ലൈഡ് ബൈ 6 RHSലോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? ഡിവൈഡഡ് ബൈ 6. സോ t ഈസ് ഈക്വൽ ടു 24/6 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. t ആയതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു? സെക്കൻഡ് എന്നുള്ള ഒരു യൂണിറ്റും കൂടി കൊടുക്കുന്നു. സോ t ഈസ് ഈക്വൽ ടു 24/6 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 സെക്കൻഡ്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫൈൻഡ് ദ ടൈം വെൻ ആക്സിലറേഷൻ ഈസ് 12 cm/s². സോ ആക്സിലറേഷൻ 12 cm/s ആവുമ്പോൾ cm/s² ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടൈം എന്താണ് കിട്ടിയത്? 4 സെക്കൻഡ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഒന്നുകൂടി പറയാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫൈൻഡ് ദി ടൈം വെൻ a ഈസ് 12 cm/s². ആക്സിലറേഷൻ 12 cm/s² ആകുമ്പോഴുള്ള ടൈമായിരുന്നു കാണേണ്ടത്. നമുക്ക് തന്നിട്ടുള്ള എക്സ്പ്രഷൻ എന്തായിരുന്നു? ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ എക്സ്പ്രഷൻ തന്നിരുന്നു. സോ നമ്മൾ അത് ഉപയോഗിച്ച് എന്ത് കാണുന്നു? വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ കാണുന്നു. പ്ലസ് അതിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമ്മൾ എന്ത് കാണുന്നു? ആക്സിലറേഷൻ്റെ എക്സ്പ്രഷൻ കാണുന്നു. ആ ആക്സിലറേഷൻ നമ്മൾ എന്തിന് ഇക്വേറ്റ് ചെയ്യുന്നു? 12ന് ഇക്വേറ്റ് ചെയ്യുന്നു. കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് a ഈസ് 12 cm/s². എന്നിട്ട് നമ്മൾ ആക്സിലറേഷനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് t കിട്ടും, അതായത് ടൈം കിട്ടും 4 സെക്കൻഡ്. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറായി ഫൈൻഡ് ദി ടൈം വെൻ a ഈസ് 12 cm. ആക്സിലറേഷൻ 12 cm/s² ആകുമ്പോഴത്തെ ടൈം ഈസ് 4 സെക്കൻഡ്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി വെലോസിറ്റി അറ്റ് ദാറ്റ് ടൈം. ഈ ഒരു സമയത്ത് വെലോസിറ്റിയാണ് നമുക്ക് കാണേണ്ടത്. ടൈം നമുക്ക് എന്താ കിട്ടിയത്? 4 സെക്കൻഡ്. എന്നിട്ട് നമ്മൾ എന്ത് കാണണം? വെലോസിറ്റി. സോ വെലോസിറ്റീൻ്റെ എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. 3t² മൈനസ് 12t plus 8. സോ 4 സെക്കൻഡിൽ വെലോസിറ്റി കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതിയാവും? ടിയുടെ സ്ഥാനത്ത് 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയായിരിക്കും. സോ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. ഈസ് ഈക്വൽ ടു 4 സെക്കൻഡ്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു 3t² മൈനസ് 12t plus 8 വിച്ച് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ടി എന്താണ്? 4. 3 ഇൻറ്റു 4² മൈനസ് 12 ഇൻറ്റു 4 പ്ലസ് 8 വിച്ച് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 4² ഈസ് 16
minus 48 plus 8. 3 into 16 is 48. So 48 minus 48 is 0 plus 8. So answer is 8 centimeter per second. നമുക്ക് അങ്ങനെ വെലോസിറ്റി കിട്ടി. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്കിനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the distance traveled by a particle is given by s equal to a e raised to nt plus b e raised to minus nt, where t represent the time. Show that acceleration varies as the distance varies. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? നമുക്കൊരു പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്. എസ് ഈക്വൽ ടു എ ഇ റൈസ് ടു എൻ ടി പ്ലസ് ബി ഇ റൈസ് ടു മൈനസ് എൻ ടി. ഇവിടെ എസ് എന്താണ്? എ ഇ റൈസ് ടു എൻ ടി പ്ലസ് ബി ഇ റൈസ് ടു മൈനസ് എൻ ടി. കണ്ടത് എന്താണ്? ആക്സിലറേഷൻ വാരീസ് ആസ് ദി ടൈം വേരീസ്. സോ നമുക്ക് ആദ്യം ആക്സിലറേഷൻ കാണാം. ആക്സിലറേഷൻ കാണാൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് കാണും? വെലോസിറ്റി കണ്ടാലേ നമുക്ക് എ ഇസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി യൂസ് ചെയ്തുകൊണ്ട് ആക്സിലറേഷൻ കാണാൻ പറ്റുള്ളൂ. സോ വി ഇസ് ഈക്വൽ ടു ഡി എസ് ബൈ ഡി ടി. എസ് നമുക്ക് തന്നിട്ടുണ്ട് എ ഇ റൈസ് ടു എൻ ടി പ്ലസ് ബി ഇ റൈസ് ടു മൈനസ് എൻ ടി. അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഡി എസ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എ ഇ റൈസ് ടു എൻ ടി പ്ലസ് ബി ഇ റൈസ് ടു മൈനസ് എൻ ടി. സോ നമുക്ക് അതിൻ്റെ ഡെറിവേറ്റീവ് കാണാം. സോ എ ഇ റൈസ് ടു എൻ ടിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? എ ഇൻറ്റു എ ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇ റൈസ് ടു എൻ ടിൻ്റെ ഡെറിവേറ്റീവ് ഈസ് ഇ റൈസ് ടു എൻ ടി പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് എൻ ടി. നമുക്കറിയാം ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഈസ് ഇ റൈസ് ടു എൻ ടി ആണ്. സോ ഇ റൈസ് ടു എൻ ടിൻ്റെ ഡെറിവേറ്റീവ് ഈസ് ഇ റൈസ് ടു എൻ ടി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് എൻ ടി. സോ എ ഇ റൈസ് ടു എൻ ടിൻ്റെ ഡെറിവേറ്റീവ് ഈസ് എ ഇൻറ്റു ഇ റൈസ് ടു എൻ ടി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് എൻ ടി പ്ലസ് ബി ഇ റൈസ് ടു മൈനസ് എൻ ടിൻ്റെ ഡെറിവേറ്റീവ് ഈസ് ബി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എൻ ടി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് മൈനസ് എൻ ടി, വിച്ച് ഈസ് ഈക്വൽ ടു എ ഇ റൈസ് ടു എൻ ടി പ്ലസ് ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് എൻ ടി. എൻ ടിൻ്റെ ഡെറിവേറ്റീവ് ഈസ് എൻ പ്ലസ് ബി ഇ റൈസ് ടു മൈനസ് എൻ ടി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് മൈനസ് എൻ ടി ഈസ് മൈനസ് എൻ. ദാറ്റ് ഈസ് എൻ എ ഇ റൈസ് ടു എൻ ടി മൈനസ് എൻ ബി ഇ റൈസ് ടു മൈനസ് എൻ ടി. ഈ മൈനസ് എങ്ങനെ വന്നതെന്ന് വെച്ചാൽ ഇവിടെയുള്ള മൈനസിന് നമ്മൾ ഫ്രണ്ടിലോട്ട് എടുത്ത് എഴുതുന്നു. സോ മൈനസ് എൻ ബി ഇ റൈസ് ടു മൈനസ് എൻ ടി. സോ നമുക്ക് വെലോസിറ്റി കിട്ടി. ഇനി നമുക്ക് എന്ത് കാണണം? ആക്സിലറേഷൻ. ആക്സിലറേഷൻ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ വെലോസിറ്റീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. സോ ആക്സിലറേഷൻ എ ഇസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് വി ഈസ്, നമുക്ക് വി കിട്ടി എൻ എ ഇ റൈസ് ടു എൻ ടി മൈനസ് എൻ ബി ഇ റൈസ് ടു മൈനസ് എൻ ടി. സോ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എൻ എ ഇ റൈസ് ടു എൻ ടിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? എൻ എ ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ നമ്മൾ അതിനെ അതുപോലെ എടുത്ത് എഴുതുന്നു. എൻ എ ഇൻറ്റു ഇ റൈസ് ടു എൻ ടിൻ്റെ ഡെറിവേറ്റീവ് ഈസ് ഇ റൈസ് ടു എൻ ടി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് എൻ ടി പ്ലസ്, ആക്ച്വലി ഇവിടെ മൈനസ് ആണ്, മൈനസ്
എൻ ബി ഇ റൈസ് ടു മൈനസ് എൻ ടീൻ്റെ ഡെറിവേറ്റീവ് ഈസ് ഇ റൈസ് ടു മൈനസ് എൻ ടി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് മൈനസ് എൻ ടി വിച്ച് ഈസ് ഈക്വൽ ടു എൻ എ ഇ റൈസ് ടു എൻ ടി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് എൻ ടി ഈസ് എൻ മൈനസ് എൻ ബി ഇ റൈസ് ടു മൈനസ് എൻ ടി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് മൈനസ് എൻ ടി ഈസ് മൈനസ് എൻ. അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എൻ ഇൻറ്റു എൻ ഈസ് എൻ സ്ക്വയർ എ ഇ റൈസ് ടു എൻ ടി പ്ലസ് മൈനസ് ഇൻറ്റു മൈനസ് ഈസ് പ്ലസ് എൻ ഇൻറ്റു എൻ എൻ സ്ക്വയർ ബി ഇ റൈസ് ടു മൈനസ് എൻ ടി. കോമൺ ആയിട്ടുള്ള എൻ സ്ക്വയറിനെ പുറത്തോട്ട് എടുക്കാം. സോ എൻ സ്ക്വയർ ഇൻറ്റു എ ഇ റൈസ് ടു എൻ ടി പ്ലസ് ബി ഇ റൈസ് ടു മൈനസ് എൻ ടി. സോ ഈ ഒരു എക്സ്പ്രഷൻ എന്തായിരുന്നു? ദാറ്റ് ഈസ് എ ഇ റൈസ് ടു എൻ ടി പ്ലസ് ബി ഇ റൈസ് ടു മൈനസ് എൻ ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ് ആണ്. സോ നമുക്ക് ലാസ്റ്റ് കിട്ടിയ ആൻസർ ഈസ് expression is n square a e raised to nt plus b e raised to minus nt. a e raised to nt plus b e raised to minus nt എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ദാറ്റ് ഈസ് n സ്ക്വയർ എസ്. സോ നമുക്ക് എന്ത് കിട്ടി? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു n സ്ക്വയർ എസ് എന്ന് കിട്ടി. സോ നമുക്ക് എന്ത് ചെയ്യാം? ആക്സിലറേഷൻ കിട്ടണമെങ്കിൽ എസ് വാരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ആക്സിലറേഷനും വാരി ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, എസ് 12 ആണെങ്കിൽ ആക്സിലറേഷൻ ഈസ് 12 എൻ സ്ക്വയർ ആയിരിക്കും. എസ് 13 ആണെങ്കിൽ ആക്സിലറേഷൻ ഈസ് 3 എൻ സ്ക്വയർ ആയിരിക്കും. അതായത് ആക്സിലറേഷൻ വേരീസ് ആസ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് വേരീസ്. ഡിസ്പ്ലേസ്മെൻറ്റ് മാറുന്നതിനനുസരിച്ച് ആക്സിലറേഷനും മാറിക്കൊണ്ടിരിക്കും. സോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അതായിരുന്നു, ആക്സിലറേഷൻ മാറുന്നതിനനുസരിച്ച് ഡിസ്പ്ലേസ്മെൻറ്റ് വേരി ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു തവണയും കൂടി ഈ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഈ ഒരു കാര്യം മറക്കരുത്. ഞാൻ ഈ ടൈപ്പ് ചെയ്തതിലുള്ളൊരു മിസ്റ്റേക്കാണ്. ഈ ഒരു എക്സ്പ്രഷനിൽ പ്ലസ് അല്ല മൈനസ് ആണ് എന്നുള്ളത്. ഒരു തവണയും കൂടി ഈ പ്രോബ്ലം പറയാം. നമുക്ക് എന്തായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്? എസ് ഈക്വൽ ടു എ ഇ റൈസ് ടു എൻ ടി പ്ലസ് ബി ഇ റൈസ് ടു മൈനസ് എൻ ടി ആണെങ്കിൽ ആക്സിലറേഷൻ വാരീസ് ആസ് ദി ഡിസ്റ്റൻസ് വാരീസ്. ഡിസ്റ്റൻസ് എസ് വാരി ചെയ്യുന്നതിനനുസരിച്ച് ആക്സിലറേഷൻ വാരി ചെയ്യുന്നു എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. നോക്കണം, ആക്സിലറേഷൻ്റെ എക്സ്പ്രഷൻ കണ്ടു നോക്കണം. എന്നാലേ നമുക്ക് ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള റിലേഷൻ കണ്ടെത്താൻ പറ്റുള്ളൂ. സോ ആക്സിലറേഷൻ കാണുന്നതിന് വേണ്ടിയായിട്ട് നമ്മൾ എന്ത് കാണും? ആദ്യം വെലോസിറ്റി കാണും. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡി എസ് ബൈ ഡി ടി, ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് എ ഇ റൈസ് ടു എൻ ടി പ്ലസ് ബി ഇ റൈസ് ടു മൈനസ് എൻ ടി. സോ നമുക്ക് ആൻസർ കിട്ടും വെലോസിറ്റി v is equal to n a e raised to n t minus n b e raised to minus n t. So acceleration a is equal to dv by dt, that is d by dt of v is n a e raised to n t minus n b e raised to minus n t. സോ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഈ ഒരു എക്സ്പ്രഷനിൽ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നെഗറ്റീവാണ്, മൈനസ് ആണ്. ഞാൻ അറിയാതെ എഴുതിയതാണ് പ്ലസ് എന്നുള്ളത്. സോ എൻ എ ഇ റൈസ് ടു എൻ ടി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് എൻ ടി മൈനസ് എൻ ബി ഇ റൈസ് ടു മൈനസ് എൻ ടി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് മൈനസ് എൻ ടി. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എൻ സ്ക്വയർ എസ്, ദാറ്റ് ഈസ് ആക്സിലറേഷൻ എ is equal to n square s. സോ എ വാരീസ്, എ ചേഞ്ച് ചെയ്യും. എങ്ങനെ?
എസ് ചേഞ്ച് ചെയ്താൽ. ഓക്കെ, എസ് മാറുന്നതിനനുസരിച്ച് എയും മാറിക്കൊണ്ടേയിരിക്കും. സോ നമ്മൾ ഷോ ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു? ഷോ ദാറ്റ് ആക്സലറേഷൻ വാരീസ് ആസ് ദി ഡിസ്റ്റൻസ് വാരീസ്. സോ വി ഹാഡ് ഷോൺ ദാറ്റ്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു സെക്ഷൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. കുറച്ച് ഡിഫിക്കൽട്ടാണ്, പക്ഷേ ഈസിയാണ്. നമ്മളോട് ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ട് വെലോസിറ്റിയും ആക്സലറേഷനും കാണാനും അത് യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസും ആയിരിക്കും തന്നിട്ടുണ്ടായിരിക്കുക. സോ എന്ത് ചെയ്യും? വെലോസിറ്റി കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്പ്രഷനാണ് ds/dt. ആ വെലോസിറ്റിയെ ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്സലറേഷൻ കിട്ടും. ദാറ്റ് ഈസ് d²s/dt² ഓർ dv/dt. ഇത്രയേ ഉള്ളൂ. ഈ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും ഈ ഒരു സെഷനിൽ വരിക. ഈ ഒരു സെഷനിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. റിവിഷനായിട്ട് നമുക്ക് മൊഡ്യൂൾ 4 ഒന്നും കൂടി ഡിസ്കസ് ചെയ്ത് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാം. ഓക്കെ, ഈ ഒരു റിസൾട്ട്, അതായത് v = ds/dt where s is displacement and a = dv/dt or d²s/dt², ഈ രണ്ട് റിസൾട്ടുകൾ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക, നിങ്ങളുടെ റിസൾട്ട്സിൻ്റെ കൂട്ടത്തിൽ എഴുതി വയ്ക്കുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.